അതാണ് ഞങ്ങളിപ്പോൾ വന്നത്. ഇവിടെ ഞങ്ങൾ കോളേജിൽ തന്നെ ഉണ്ടായി, ക്യാമ്പസ് തന്നെ ഉണ്ടായി. ആനന്ദ് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ പോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 8:30 പോട്ടർ ഓർഡർ അടിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഷാക്കിറും ഫുഡ് കഴിക്കാനായിട്ട് 10 മണി കഴിച്ച് കഴിഞ്ഞത്. അപ്പോൾ ഗ്രില്ലടക്കും ഹോസ്റ്റലിലെ 10 മണിക്ക്. പിന്നെ ഞാൻ കയറാൻ പറ്റില്ല. അപ്പോൾ പുറത്തൊരു റൂമിൽ കൂട്ടുകാർ റൂമിൽ പോയി കിടന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് പേടി ഉണ്ടാവുമല്ലോ വരാൻ. ഇവിടെ എൻ്റെ കൂടെ അത് നിരപരാധി എന്തുവാന്ന് അറിയത്തില്ല. അതെ അതെ എനിക്ക് സംഭവം അറിയത്തില്ല. നമ്മൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് നമ്മളെ കബോർഡോ ആവശ്യമില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കബോർഡ് റൂമൊക്കെ കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റൽ കോളേജ് വിദ്യാർത്ഥികളല്ലേ, എപ്പോഴും തുറക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാകുന്നതാണല്ലോ. ഓടി രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടായി. ഇന്നലെ 10 മണിക്ക് ശേഷം സാധാരണ ഗ്രില്ല് അടക്കുന്നതുകൊണ്ട് പുറത്ത് റൂമിൽ കൂട്ടുകാരുടെ റൂമിൽ പോയി തൊട്ടടുത്ത് തന്നെ റൂമിൽ പോയി താമസിക്കും. ഇത് തീർച്ചയായും ഞാൻ പറയാൻ ചേട്ടൻ, ഞാൻ KSU എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. എന്നിട്ട് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് മൂലം എന്തുവാ മറ്റിതര പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഒന്നും എന്തുവാ ഹോസ്റ്റലില് രാത്രിയാണ് എന്തോ ആരെ കയറും ഒന്നും അറിയില്ല. ഞാനിവിടെ പ്രിൻസിപ്പളിനെ പറഞ്ഞു എന്തോ അത് ഈ പാർട്ടി എന്തുവാ പാർട്ടിയുടെ രാഷ്ട്രീയപരമായി ഇവര് ഇടാൻ നോക്കുന്നതാണോ എന്ന് അറിയാം. ഞങ്ങൾ നാട് വിട്ടു എന്നൊക്കെയാ പറഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എന്തുവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാത്തത്. അതെ ആകാശിന്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിലും. ആകാശ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. അവന്റെ നിങ്ങൾക്ക് എന്ത് ഇതെങ്ങനെ വന്നെന്നോ ഒന്നും ആരെങ്കിലും എന്തുവാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് പറഞ്ഞത് ഈ ആദിലും അതോടൊപ്പം തന്നെ അനന്തവും ഈ വിഷയം വന്നപ്പോൾ ഇവിടെ റെയ്ഡ് വന്നപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി. നീ എവിടെ പോയി? ഞാനിവിടെ ഓടേണ്ട കാര്യമില്ല. ഞാനിവിടെയല്ല. ഞാൻ പോട്ടോടാൻ പോയേക്കുമായിരുന്നു. അല്ല, ഞാൻ പോട്ടോടാൻ പോയേക്കുമായിരുന്നു പുറത്ത് കലൂരി. ഞാനും ഇതുപോലെ കേസിൽ നിന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അവർ ആരോപണം ഉന്നയിക്കണതാണ്. ആകാശം അങ്ങനെ മൊഴി കൊടുക്കേണ്ടിണ്ടാവില്ല. ഞങ്ങള് റൂമിലുള്ള ആരൊക്കെയാന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഇവന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പിന്നെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് പിടിച്ചായിരുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് നമ്മളെ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഈ 2 കിലോ കഞ്ചാവ് പിടികൂടിയ ആകാശം നിങ്ങൾക്ക് ഇതിന്റെ പരിചയം? ഞാൻ ആ സമയം ഇവിടെ ഇല്ല. സംഭവം എൻ്റെ കൂട്ടുകാരൻ ആകാശാണുള്ളത്. പക്ഷെ എങ്ങനെ എത്തിയെന്നോ എന്തോ ഒന്നും അറിയത്തില്ല. അതാണ് സംഭവം. ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴും ഹോസ്റ്റലിലോട്ട് അപ്പൊ അവിടുന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ട്, എന്തുവാ സംഭവം എന്നൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ സ്വാഭാവികമായിട്ട് 10 മണിക്ക് ഹോസ്റ്റലിൽ ഗ്രില്ലടക്കും. അപ്പൊ അതിന് ശേഷം ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല. അപ്പൊ പുറത്ത് കൂട്ടുകാരൻ്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി. രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പം ഞങ്ങൾ ചുമ്മാ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ഞാനിപ്പം ഈ വർഷമാണ് 3rd ഇയറിലാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് കയറിയത് തന്നെ. ഞാനും ആകാശും ഈ 3rd ഇയറിലാണ് ഹോസ്റ്റലിലേക്ക് കയറി. ഇതിന് മുമ്പും എന്തുവാ പിടിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞങ്ങൾ. ഇല്ല, ഞാൻ എന്തുവാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 8-9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ. റൂമിൽ നിന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി പോയതാ. പിന്നെ ഞങ്ങൾ ഈ സംഭവമൊക്കെ അറിയുന്നത് അതിന് ശേഷമാണ്. ഞങ്ങൾക്ക് എനിക്കെന്തുവാ ഇതിലൊന്നും ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതിൽ എന്തോ ആരെയും പെടുത്തിയതാണോ എന്തുവാ കാര്യമൊന്നും അറിയത്തില്ല. പക്ഷെ ഇത് എന്തുവാ മുറിയിലാണ് കിട്ടിയത് പറഞ്ഞത്. പക്ഷെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കയറിയത് ഈ 3rd ഇയർ ആയപ്പോഴാണ്. 3rd ഇയർ ആയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും. പിന്നെന്തുവാ ഇന്നലെ വൈകിട്ട് എന്തോ ആർത്തി പറഞ്ഞായിരുന്നു 2 പിള്ളേരെ എന്തോ പുറത്തുനിന്ന് 2 പിള്ളേരെ വന്ന് ഓടിപ്പോയത് കണ്ടു അങ്ങനെയുള്ളൊരു പറഞ്ഞായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പല്ലേ അങ്ങനൊരു
ഇതിന് മുമ്പേ പിള്ളേരെന്നെ പറഞ്ഞാണ് ഹോസ്റ്റലിൽ RT എന്തോ 2 പിള്ളേരെ പുറത്തുനിന്ന് കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ റൈഡിന് മുന്നേ ഇന്നലെ തന്നെ. ഇല്ല, അതിന് വൈകിട്ട് തന്നെ ഇങ്ങനെ ടോക്ക് ഉണ്ടായി. അല്ല, 2 പേരെ എന്തുവാ ഇവിടുന്ന് RT കണ്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നു. വൈകുന്നേരം വൈകിട്ട് RT തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു 2 പേരെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അല്ല അതിന് മുമ്പ്. അതാ ഞങ്ങൾ പെട്ടെന്ന് അതാ നാട് വിട്ടു എന്നൊക്കെ പറയുന്നതല്ലേ, എന്തുവാ ഇല്ല ഇല്ല, അതാണിപ്പോൾ പറഞ്ഞത്. വൈകിട്ടത്തെ ഈ ഒരു കേസ് RT വരെ പറഞ്ഞായിരുന്നു ഇങ്ങനെ. ഞങ്ങൾ ഇല്ല ആക്സസ് ഒന്നുമില്ല. ഞങ്ങൾ ഈ എന്തുവാ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതും ഞങ്ങൾ ഈ KSUയുടെ പരമായിട്ട് അങ്ങനെയും പ്രവർത്തിക്കുന്നതും എല്ലാമാണ്. അപ്പം ഇതിലിപ്പോൾ എന്തോ പറയാനുള്ളത്. പിടിച്ചായിരുന്നു ഈ ഇടയ്ക്ക് ഏതാണ്ട് ദിവസവും അന്ന് ഞങ്ങൾ അതിനെതിരെയൊക്കെ പോയായിരുന്നു. പക്ഷേ ഇപ്പൊ അതിനുശേഷം കുറെ ആളായിട്ട് പക്ഷെ ഞാനാണ് ജീവൻ എന്തുവാ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് വരുന്നതും. ഇതിപ്പോ തീർച്ചയായിട്ടും എന്തുവാ SFI എന്നുള്ളൊരു പാർട്ടിയുടെ ഇതിൽ നിന്ന് മറ്റ് ഇതിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇതായിട്ട് ഞങ്ങൾ തോന്നുന്നു. അതാണ് KSU ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായതാ. പക്ഷേ KSU ഇല്ല ഞങ്ങളൊപ്പം എന്തുവാ ഞങ്ങളുടെ ഒരുമിച്ചൊക്കെ ഉണ്ടാവുന്നു. ഇല്ല, അങ്ങനെ വലുതായിട്ടൊന്നും.